ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ചർച്ചയിലൂടെ കടന്നു പോകേണ്ടത് എന്ന് സ്വാഗത ഭാഷകൻ കൂടിയായ നാരായണൻ മാസ്റ്റർ അഭിപ്രായപ്പെടുകയുണ്ടായി. കുടുംബം എന്നത് വളരെ മഹത്തരമായ ഒരു സങ്കല്പമാണ്. നമ്മൾ സംഘടന, ആളുകൾ കൂടിച്ചേരുന്ന കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ സംഘടന എന്ന് പറയുന്നത് കുടുംബമാണ്. ഏറ്റവും ബേസിക് ആയ സംഘടന കുടുംബവും ഏറ്റവും ബൃഹത്തായ സംഘടന രാഷ്ട്രവും സ്റ്റേറ്റ്. ഇതിന് രണ്ടിനും ഇടയിൽ വരുന്നതാണ് സമൂഹത്തിലെ മറ്റെല്ലാ സംഘടനകളും. ആളുകൾ ഒരുമിച്ച് ചേരുന്ന, ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് ചേരുന്ന കൂട്ടായ്മകൾ. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത്, ഏറ്റവും ദൃഢമായിട്ടുള്ളത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് കുടുംബം. ഏറ്റവും ബൃഹത്തായിട്ടുള്ളത്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നത് സ്റ്റേറ്റ് അഥവാ രാഷ്ട്രം. ബാക്കി നമ്മുടെ എല്ലാ കൂട്ടായ്മകളും ഇതിന് രണ്ടിനും ഇടയിൽ വരുന്നതാണ്. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ മാനവരാശിയുടെ സുദൃഢമായ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ആധാരശിലയാണ് കുടുംബം എന്ന സങ്കല്പം കാണാൻ സാധിക്കും. പ്രാഥമികമായിട്ട് പറയാൻ സാധിക്കും. നമ്മുടെ നാടിനെ സംബന്ധിച്ച്, ഭാരതത്തെ സംബന്ധിച്ച് കുടുംബ സങ്കല്പത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് മറ്റെല്ലാ ജീവജാലങ്ങളെയും അപേക്ഷിച്ച് മനുഷ്യനുള്ള സവിശേഷതകളിൽ ഒന്നാണ് ഈ കാഴ്ചപ്പാട്. കാരണം ലോകത്ത് എല്ലാ ജീവജാലങ്ങളും പ്രകൃതിക്കനുസരിച്ച് സഞ്ചരിക്കുന്നു എന്നാണ് പറയുക. സഹജ പ്രകൃതിയാൽ പരിമിതമായി പ്രകൃതി അനുസാരിയായിട്ടാണ് എല്ലാ ജീവികളും ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യന് മറ്റ് ജീവജാലങ്ങളെല്ലാം അപേക്ഷിച്ച് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിക്കാൻ കഴിയുന്നു. സംസ്കൃത സാഹിത്യത്തിലെ വളരെ രസകരമായ ഒരു ശ്ലോകം പറയും: ആഹാര നിദ്രാഭയ മൈഥുനാനി സാമാന്യമേതത് പശുഭിർനരാണ് ധർമ്മമുഖി തേഷാമധികോ വിശേഷ ധർമ്മേണ ഹീന പശുഭിർ സമാനം. ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും മറ്റ് ജൈവവൃത്തികളിലൊക്കെ വ്യാപരിക്കുകയും മറ്റ് ജൈവചേഷ്ടകളിലൊക്കെ വ്യാപരിക്കുകയും ചെയ്യുക എന്നുള്ളത് എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്ന കാര്യമാണ്. എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്ന കാര്യം തന്നെ മനുഷ്യനും ചെയ്യാനാണെങ്കിൽ, എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം മനുഷ്യനും ചെയ്യാനാണെങ്കിൽ മനുഷ്യനായിരിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. ഏതെങ്കിലും ജീവിയായിരിക്കണം. അപ്പോൾ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് എന്നറിഞ്ഞ് അതിനെ സാർത്ഥകവും സഫലവുമാക്കുമ്പോഴാണ് മനുഷ്യൻ എന്ന നിലയിൽ ഒരു ജീവിയുടെ ജീവിതം സഫലമാകുന്നത്. നമുക്ക് പറഞ്ഞു തരുന്നത് ധർമ്മമുഖി തേഷാം അധികോ വിശേഷ ധർമ്മേണ ഹീന പശുഭിർ സമാന. ധർമ്മമാണ് മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ധർമ്മം എന്നതിന് വളരെയധികം നിർവചനങ്ങളുണ്ട്, വളരെയധികം അർത്ഥ ബാഹുല്യങ്ങളുണ്ട്. ധർമ്മോധാരയതയെ പ്രജ എന്നാണ് സംസ്കൃതത്തിൽ ഒരു നിർവചനം പറയുന്നത്. നിലനിൽപ്പിന് ആധാരമായതെന്തോ അതാണ് ധർമ്മം എന്നാണ് പറയുക. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായം. ധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വം ഒരു ഗുഹയിൽ എന്നതുപോലെ ഒളിച്ചിരിക്കുകയാണ്. കണ്ടെത്താൻ പ്രയാസമാണ്, മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഒരു നിർവചനം പറഞ്ഞാൽ അത് എല്ലായിടത്തും ഒരുപോലെ ആപ്ലിക്കബിൾ ആവുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് ധർമ്മം അനുഷ്ഠിക്കാൻ എന്താ മാർഗം എന്ന് ചോദിക്കുന്നവരോട് പറയുന്നത് മഹാജനോ യേന ഗത സപന്ഥ. മഹത്വക്കളായ ആളുകൾ സഞ്ചരിക്കുന്ന പാതയെ പിന്തുടരാൻ ശ്രമിക്കുക എന്നാണ്. സൂക്ഷ്മമായ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകം ധർമ്മമാണ്, അഥവാ മാനവ സംസ്കൃതിയാണ്. എല്ലാ ജീവജാലങ്ങളും പ്രകൃതിക്കനുസരിച്ച് സഞ്ചരിക്കുന്നു. മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഉയർന്നു പോകാനുള്ള കഴിവുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതിനെയാണ് നാം ധർമ്മം എന്നും സംസ്കൃതി എന്നും പറയുന്നത്.
സ്വാതന്ത്ര്യമാണ്. മറ്റു ജീവികൾക്കൊക്കെ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനേ കഴിയും. അപ്പോൾ സ്വാഭാവികമായ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഉത്ഭവിക്കും. എനിക്ക് കിഴക്കോട്ട് പോകാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പടിഞ്ഞാറോട്ട് പോകാനും സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ, എന്നാലല്ലേ അതിന് സ്വാതന്ത്ര്യം എന്ന് പറയാൻ കഴിയൂ. എനിക്ക് കിഴക്കോട്ട് മാത്രമേ പോകാൻ കഴിയൂ എങ്കിൽ അതിന് സ്വാതന്ത്ര്യം എന്ന് പറയാൻ കഴിയും. അപ്പോൾ മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഉയർന്നു പോകാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് താണു പോകാനും സ്വാതന്ത്ര്യം വേണ്ടേ? ഉയരാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ താഴാനും സ്വാതന്ത്ര്യം വേണ്ടേ? ആ സ്വാതന്ത്ര്യവുമുണ്ട്. അപ്പോഴാണ് സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് അർത്ഥവത്താവുക. അപ്പോൾ മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഉയർന്നു പോകാനും പ്രകൃതിയിൽ നിന്ന് താണു പോകാനും അധപതിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പ്രകൃതിയിൽ നിന്ന് ഉയർന്നു പോകാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് നാം സംസ്കൃതി എന്ന് പറയുന്നതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് താണു പോകാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് വികൃതി എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം. മറ്റ് ജീവികൾക്കൊക്കെ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനേ പറ്റൂ. മനുഷ്യന് രണ്ട് വഴികളുണ്ട്. പ്രകൃതിയിൽ നിന്ന് ഉയർന്നു പോകാം സംസ്കൃതി, പ്രകൃതിയിൽ നിന്ന് താണു പോകാം വികൃതി. രണ്ട് വഴിയുണ്ട്. രണ്ട് വഴി ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യമാണ്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പോഴാണ് ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നത്, തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു പ്രശ്നം. ഒരു വഴി മാത്രമേ ഉള്ളെങ്കിൽ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മുന്നിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഒരു വഴിയെ സഞ്ചരിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ചോയ്സ് അവിടെയില്ല. പക്ഷെ വഴി രണ്ടായി പിരിയുമ്പോൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മുടെയൊക്കെ ജീവിത യാത്രയിൽ, ജീവിത പ്രയാണത്തിൽ വഴി ഇങ്ങനെ രണ്ടായി പിരിയുന്നു. നമുക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊരു പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ സംസ്കൃതിയുടെ പാതയാണോ വികൃതിയുടെ പാതയാണോ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു വിഷയം നമ്മുടെ മുന്നിൽ വരും. നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? സംസ്കൃതിയുടെ പാത തിരഞ്ഞെടുക്കുമോ വികൃതിയുടെ പാത തിരഞ്ഞെടുക്കുമോ? ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകളൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഉപനിഷത്തുകളിൽ വെച്ച് ഏറ്റവും സുന്ദരമായത് എന്ന് വിവേകാനന്ദ സ്വാമികൾ വിശേഷിപ്പിച്ച കഠോപനിഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ശ്ലോകത്തിൽ യമനും നചികേതസും തമ്മിലുള്ള സംവാദം. ആ സംവാദത്തിൽ നചികേതസിന്റെ ചോദ്യങ്ങൾക്ക് യമധർമ്മൻ ഉത്തരം പറഞ്ഞു തുടങ്ങുന്നത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതത് സ്തൗ സംപരിക്തിയെ വിവിനക്തി ധീര എന്നാരംഭിച്ചുകൊണ്ട് യമൻ നചികേതസിനോട് പറയുകയാണ്, ശ്രേയസ്സെന്നും പ്രേയസ്സെന്നും രണ്ട് വഴികളുണ്ട്. ഇവിടെ നമ്മൾ ലളിതമായി പറഞ്ഞ കാര്യമാണ്. സംസ്കൃതി എന്നും വികൃതി എന്നും നമ്മൾ ലളിതമായി പറഞ്ഞ കാര്യമാണ്. ഈ ഉപനിഷത്ത് പറഞ്ഞു തരുന്നത് ശ്രേയസ്സെന്നും പ്രേയസ്സെന്നും രണ്ട് വഴിയുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതായി വരുമ്പോൾ നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? ഈ ചോദ്യം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സംസ്കൃതി എന്നും വികൃതി എന്നും രണ്ട് വഴിയായി തിരിയുന്നുണ്ട്. അതിൽ നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? അതിൽ സംസ്കൃതിയുടെ ഉയർച്ചയുടെ അഭ്യുദയത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പരിശ്രമം ആവശ്യമാണ്. വികൃതിയുടെ പാത തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പരിശ്രമം ആവശ്യമില്ല. വീഴ്ച സംഭവിക്കാൻ പ്രത്യേകിച്ച് പരിശ്രമം ആവശ്യമില്ല. പക്ഷെ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ പരിശ്രമം ആവശ്യമാണ്. പാതയാണ് സംസ്കൃതി എന്ന് പറയുന്നത്. അതാണ് ശ്രേയസ് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് ഉയർന്നു പോകാനും പ്രകൃതിയിൽ നിന്ന് അധപതിച്ചു പോകാനും സ്വാതന്ത്ര്യമുള്ളയാളാണ്. നമ്മുടെ മുന്നിൽ രണ്ട് വഴിയുണ്ട്. അതുകൊണ്ട് അധപതിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, ഉയരാനുള്ള സാധ്യതയും അവസരവും നമ്മുടെ മുന്നിലുണ്ട്. ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ഒരു വിഷയം നമ്മുടെ മുന്നിലുണ്ട്. തിരഞ്ഞെടുക്കലിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അതാണ് നമ്മുടെ വിവേചനാധികാരം. ആ വിവേചനാധികാരമാണ് നമ്മളെ ചിന്താശീലരാക്കി മാറ്റുന്നത്, അന്വേഷണാത്മകരാക്കി മാറ്റുന്നത്, അറിയാനും പഠിക്കാനുമുള്ള ഔത്സുക്യമുള്ളവരാക്കി മാറ്റുന്നത്. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് അന്വേഷണാത്മകതയുള്ള ഒരു ജീവിയാണ്. എപ്പോഴും അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ശിശു ജനിച്ച് വളർന്നു വരുമ്പോൾ തന്നെ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കൊണ്ട് അതെന്താണ്, അതെങ്ങനെയാണ്, അതെന്തുകൊണ്ടാണ്, ഇങ്ങനെയുള്ള ഒരു ചിന്ത, അന്വേഷണാത്മകത, ചോദ്യങ്ങളിലൂടെ, അന്വേഷണങ്ങളിലൂടെ, അറിയാനുള്ള ശ്രമങ്ങളിലൂടെയാണ് വളരുന്നത്. അപ്പോൾ ആ മാനവ സംസ്കൃതിയുടെ പാതയിലേക്ക്, ധർമ്മത്തിൻ്റെ പാതയിലേക്ക്, അഭ്യുദയത്തിൻ്റെ പാതയിലേക്ക് നാം പ്രവേശിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള
കൂട്ടായ്മകളൊക്കെ സംരക്ഷിക്കപ്പെടുന്നത്. കുടുംബം മുതൽ രാഷ്ട്രം വരെയുള്ള വിവിധങ്ങളായ സംഘടനകൾ ഒക്കെ ഉണ്ടാകുന്നത് ഈ അഭ്യുദയത്തിൻ്റെ പാതയിലൂടെ നാം സഞ്ചരിക്കാൻ അഭിലഷിക്കുമ്പോഴാണ്. ഈ സംഘടനകളെ സമ്യക്കായ ഘടന എന്ന് പറയുക, ആരോഗ്യകരമായ കൂട്ടായ്മ എന്ന് പറയുക, അല്ലെങ്കിൽ സത്സംഗം എന്നാണ് പറയുക, സജ്ജനങ്ങളുടെ ചേർച്ച എന്നാണ് പറയുക. അതിലടിസ്ഥാനപരമായ ഏറ്റവും പ്രാഥമികമായ കൂട്ടായ്മയായ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ കുടുംബ സങ്കല്പത്തിന് ഭാരതീയ മതമനുസരിച്ചുള്ള ഏറ്റവും ഉദാത്തമായ മാതൃക എന്ന് പറയുന്നത് ശിവകുടുംബ സങ്കല്പമാണ് എന്നാണ് പറയുക. ശിവകുടുംബ സങ്കല്പത്തിൻ്റെ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ, ശിവഭഗവാൻ അർദ്ധനാരീശ്വരനാണ് എന്നുള്ളതാണ്. പാതി മെയ്യ് എന്നൊരു പ്രയോഗം നമ്മുടെ ഭാഷയിൽ വന്നത് ഈ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ നിന്നാണ്, ഉമാമഹേശ്വര സങ്കല്പത്തിൽ നിന്നാണ്. വാമഭാഗം എന്നൊരു പേര് നമ്മുടെ ഭാഷയിൽ വന്നത് ഈ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ നിന്നാണ്, ഉമാമഹേശ്വര സങ്കല്പത്തിൽ നിന്നാണ്. സങ്കല്പത്തിൽ നിന്ന് ഉദയം ചെയ്യുന്നതാണ് ജഗതപിതരോ വന്ദേ പാർവതീ പരമേശ്വരം. ജഗത് പിതാക്കളാണ് പാർവതീ പരമേശ്വരന്മാർ. ഈ ജഗത്തിൻ്റെ മുഴുവൻ മാതാപിതാക്കളാണ് പാർവതീ പരമേശ്വരന്മാർ എന്ന ആ ഉദാത്തമായ സങ്കല്പത്തിൽ നിന്നാണ് ശക്തിയും ശിവനും പരസ്പരം സമ്മിളിതമാകുമ്പോഴാണ് പൂർണ്ണതയെ പ്രാപിക്കുക എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ്. അതാണ് നമ്മുടെ ഭാരതീയ കുടുംബ സങ്കല്പത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത്. അത്തരത്തിൽ കുടുംബം സംരചിതമാകുമ്പോൾ ആ കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിലുള്ള ബന്ധം ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം, അതൊക്കെ ഏറ്റവും ആരോഗ്യകരമായ മാനവ സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് മാത്രമല്ല, ഈ ജീവിത പ്രയാണത്തിനപ്പുറമുള്ള ഒരു ജീവന്റെ തുടർ പ്രയാണ പഥത്തിലും പരമമായ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ചുവടുവയ്പ്പുകളാണ് സാധ്യമാക്കുന്നത് എന്നർത്ഥം. എന്ന് വച്ചാൽ നമ്മുടെ കുടുംബ സങ്കല്പം അനുസരിച്ച്, നമ്മുടെ ജീവിത സങ്കല്പം അനുസരിച്ച് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യ ശിശുവും 5 കടങ്ങളെ വീട്ടേണ്ടതായിട്ടുണ്ട്. ഈ ജീവിത യാത്രയിൽ അയാൾ മുക്തനാകുന്നതിന് 5 വിധത്തിലുള്ള കടങ്ങളെ വീട്ടേണ്ടതുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ 4 തലങ്ങൾ എന്ന് പറയുന്നത് 4 ആശ്രമങ്ങളായിട്ട്, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ 4 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അറിവിനെ ആർജിക്കാനും പ്രയത്നത്തിലേക്ക് പ്രവേശിക്കാനും വേണ്ട ആ പരിജ്ഞാനത്തെയും സാമഗ്രികളെയും സമാഹരിക്കുന്ന വേളയാണ് ബ്രഹ്മചര്യമെങ്കിൽ, അതിനെ വിനിയോഗിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ നിലകൊള്ളുന്ന വേളയാണ് ഗാർഹസ്ഥ്യം. ആ ഗാർഹസ്ഥ്യമാണ് ഈ 4 ആശ്രമങ്ങളുടെയും രക്ഷിതാവായിട്ട് നിലകൊള്ളുന്നത്. ഈ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ചതുർവിധ പുരുഷാർത്ഥങ്ങളിലൂടെ ജീവിത ലക്ഷ്യപ്രാപ്തിയെ കൈവരിക്കുന്നതിനാണ്. ആ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളാണ്. മനുഷ്യന്റെ ജീവിതത്തെ സഫലമാക്കുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ഘടകങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ധർമ്മമാണ് അതിനടിസ്ഥാനം എന്നതൊരു കാഴ്ചപ്പാടാണ്. ബുദ്ധന്റെ ചിന്താഗതികളെ പറ്റി പറയാറുണ്ട്. ബുദ്ധന്റെ ധർമ്മശാസ്ത്രങ്ങളെ പറ്റി പറയുമ്പോൾ, ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി എന്ന പ്രസിദ്ധമായിട്ടുള്ള ശരണവാക്യമുണ്ട്, മുദ്രാവാക്യം. അപ്പം അതനുസരിച്ച് ഒരാൾ ബുദ്ധന്റെ ദർശനങ്ങളിലേക്ക് ആകൃഷ്ടനാകുന്നത് ബുദ്ധൻ എന്ന ആചാര്യനിലേക്ക് ആകൃഷ്ടനായിട്ടാണ്. അപ്പോൾ ബുദ്ധനെ ശരണം പ്രാപിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ചുവടുവയ്പ്, ബുദ്ധം ശരണം ഗച്ഛാമി. ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചറിയുകയാണ്, ബുദ്ധൻ എന്ന ഒരു വ്യക്തിയല്ല, ആ വ്യക്തിക്കപ്പുറമുള്ള ഒരു വിശാലമായ കൂട്ടായ്മയാണ്. ആ വ്യക്തിയേക്കാൾ ഉപരിയായത് കൂട്ടായ്മയാണ്. അതുകൊണ്ട് വ്യക്തിക്കപ്പുറം കൂട്ടായ്മയിലേക്ക് ഉയരണം. അതാണ് അടുത്ത സ്റ്റെപ്പ്, സംഘം ശരണം ഗച്ഛാമി.
ബുദ്ധം ശരണം ഗച്ഛാമി എന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പ് സംഘം ശരണം ഗച്ഛാമി എന്നാണ്. വ്യക്തിക്കുപരിയായി കൂട്ടായ്മയോളം വികസിക്കുക എന്നുള്ളതാണ്. ഒരു ചുവടും കൂടി മുന്നോട്ട് വയ്ക്കുമ്പോൾ തിരിച്ചറിയുകയാണ്, കൂട്ടായ്മ എന്നത് ധർമ്മത്തെ നിർവഹിക്കാനുള്ള ഉപാധി മാത്രമാണ്. കൂട്ടായ്മയല്ല വലുത്, ധർമ്മത്തെ നിർവഹിക്കാനുള്ള ഉപാധിയാകുമ്പോഴാണ് കൂട്ടായ്മ വലുത്. അതിനുമപ്പുറം സൂക്ഷ്മമായ ധർമ്മത്തിലേക്കാണ് പോകേണ്ടത്. കൂട്ടായ്മ ധർമ്മവിരുദ്ധമായാൽ കൂട്ടായ്മയ്ക്കും അപ്പുറത്തേക്ക് പോകണം, ധർമ്മത്തെയാണ് അനുസന്ധാനം ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. ആ ധർമ്മമാണ് പ്രധാനം എന്നാണ് പറയുന്നത്. ധർമ്മമാണ് മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ളത്. അർത്ഥമാണ് എന്ന ഒരു വീക്ഷണമുണ്ട്. ധനത്തിൻ്റെ, അർത്ഥത്തിൻ്റെ, ഭൗതിക സമൃദ്ധിയുടെ, അതിനുള്ള സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വിലയിരുത്തിക്കൊണ്ട് വേർതിരിച്ചുകൊണ്ടുള്ള ജീവിത വീക്ഷണങ്ങളാണ്. മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും പോഷണത്തിനും അടുത്ത നിമിഷത്തിലേക്ക്, അടുത്ത ദിവസത്തിലേക്ക് മനുഷ്യനെ നിലനിർത്തുന്നത് ആഗ്രഹങ്ങളാണ് എന്നൊരു വീക്ഷണമുണ്ട്. ആഗ്രഹങ്ങളാണ്, കാമമാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. ഈ വീക്ഷണങ്ങളൊക്കെ പ്രസക്തവും ശരിയുമാണ്. പക്ഷെ ഇവയൊക്കെ അപൂർണങ്ങളാണ്, പൂർണ്ണമല്ല. ധർമ്മം, അർത്ഥം, കാമം എന്നിവയൊക്കെ പ്രസക്തങ്ങളാണ്, പക്ഷെ അപൂർണമാണ്. പൂർണ്ണമായത് മോക്ഷമാണ്, പരമപുരുഷാർത്ഥം. അപ്പോൾ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്കുള്ള പ്രയാണമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ സാഫല്യം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിന് വേണ്ട ആരോഗ്യകരമായ നിർവഹണത്തിൻ്റെ പന്ഥാവാണ് ചതുരാശ്രമങ്ങൾ. അതിലെ ശ്രേഷ്ഠമായിട്ടുള്ള ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥധർമ്മങ്ങൾ അതിന് അനുപേക്ഷണീയമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ഗൃഹസ്ഥാശ്രമധർമ്മമാണ്. ഈ ധർമ്മമനുസരിച്ച് ഒരു മനുഷ്യൻ, ജനിച്ചു വീഴുന്ന ഒരു മനുഷ്യ ശിശു 5 കടങ്ങളോടുകൂടിയാണ്. ഈ 5 കടങ്ങളെ നിവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ ഓരോരുത്തരും 5 കടങ്ങളോട് കൂടിയവരാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ പറയാറുണ്ട്, ഒരു രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഒരു വ്യക്തി ആ രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക ബാധ്യതയെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് അയാളുടെ പ്രതിശീർഷ ബാധ്യത എന്ന് പറയുന്നത് പോലെ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യ ശിശുവും 5 കടങ്ങളോട് കൂടിയിട്ടാണ് ജനിച്ചു വീഴുന്നത്. അതുകൊണ്ട് ആ 5 കടങ്ങളെ നിവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. 5 കടങ്ങൾ ഏതാണെന്ന് ഗൃഹസ്ഥാശ്രമധർമ്മത്തിലൂടെ, ഗാർഹസ്ഥ്യം എന്ന ജീവിതചര്യയിലൂടെ, കുടുംബചര്യയിലൂടെ ഈ 5 കടങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾക്ക് മോചനം നേടാൻ സാധിക്കുന്നത് എന്നും ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി നോക്കാൻ നമുക്ക് ശ്രമിക്കാം. ഏതൊക്കെയാണ് നമ്മളെ ബാധിക്കുന്ന 5 കടങ്ങൾ? ഒന്നാമത്തെ കടം എന്ന് പറയുന്നത് അച്ഛനമ്മമാരോടുള്ള കടം. അതായത് ഒരു ശിശു ജനിക്കുന്ന സമയത്ത് ആ മനുഷ്യ ശിശുവിന് ശരീരം ലഭിക്കുന്നത് അച്ഛനമ്മമാരിൽ നിന്ന്. അപ്പോൾ പ്രാഥമികമായി നമ്മൾ ആരോട് കടപ്പെട്ടിരിക്കുന്നു? അച്ഛനമ്മമാരോട് കടപ്പെട്ടിരിക്കുന്നു. അത് അവിടെ ഫുൾ സ്റ്റോപ്പ് ആകുന്നില്ല. അച്ഛനമ്മമാർ എന്ന് പറയുന്നത് 2 സ്വതന്ത്രരായ വ്യക്തികളല്ല. അവർ അവരുടെ അച്ഛനമ്മമാരോടും അങ്ങനെ ശൃംഖലാബദ്ധമായ അച്ഛൻ്റെയും അമ്മയുടെയും ആ പരമ്പരകളോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തെ നമുക്ക് സമ്മാനിച്ച അച്ഛനമ്മമാരോടും അവരുടെ അച്ഛനമ്മമാരോടും അങ്ങനെ മാതൃ പിതൃ വംശ പരമ്പരകളോട് നാം കടപ്പെട്ടിരിക്കുന്നതാണ് ഒന്നാമത്തെ കടം. ഏതൊരു മനുഷ്യൻ്റെയും ഒന്നാമത്തെ കടം എന്ന് പറയുന്നത്. ഈ കടത്തിന് പറയുന്ന പേര് പിതൃഋണം എന്നാണ്. ഋണം എന്ന് പറഞ്ഞാൽ കടം, പിതൃക്കളോടുള്ള കടം. അതാണ് പിതൃഋണം. ഇതാണ് ഒന്നാമത്തെ കടം. ജനിക്കുമ്പോൾ തന്നെ ആൾക്ക് വന്നു ചേരുന്ന ഒന്നാമത്തെ കടമാണ്. ആ കടം വീട്ടണം. രണ്ടാമത്തെ
കടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന കടമാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ, പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മുടെ പ്രയത്നത്തിനനുസരിച്ചാണ് ഫലം ലഭിക്കുക എന്നൊക്കെ സാധാരണ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതയാത്രയിലൂടെ ചുറ്റുപാടുകളിലേക്കും നമ്മുടെ സ്വാനുഭവങ്ങളിലേക്കും ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അനുഭവങ്ങളും എല്ലാ ഫലങ്ങളും പ്രയത്നത്തിനനുസരിച്ചല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കുട്ടി പരീക്ഷയ്ക്ക് നല്ലതുപോലെ പഠിക്കുന്നു, പക്ഷെ ചില കാരണങ്ങളാൽ നല്ലതുപോലെ പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല, മാർക്ക് കുറഞ്ഞു പോകും. വേറൊരു കുട്ടി നല്ലതുപോലെ ഒന്നും പഠിച്ചില്ല, പക്ഷെ എപ്പോഴൊക്കെയോ ക്ലാസ്സിൽ ഇരുന്ന സമയത്ത് തലയ്ക്കുള്ളിൽ വന്നു കയറിയ അതേ കാര്യങ്ങൾ തന്നെ ചോദ്യപേപ്പറിൽ ചോദ്യമായി വന്നു, അതെഴുതി പരീക്ഷയ്ക്ക് ജയിച്ചു. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരു ബിസിനസ്സുകാരൻ നല്ലതുപോലെ കച്ചവടം ചെയ്തു, പക്ഷേ ചില ബാഹ്യ കാരണങ്ങളാൽ അയാളുടെ കച്ചവടം പോയി. വേറൊരാൾ വളരെ ശ്രദ്ധാപൂർവം ഒന്നും ബിസിനസ് ചെയ്തില്ല, എങ്കിലും ബാഹ്യമായ ചില കാരണങ്ങൾ കൊണ്ട് അയാളുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ഉണ്ടായി, അയാൾക്ക് ലാഭം ഉണ്ടായി. അങ്ങനെ സംഭവിക്കാറില്ല. ഒരു കൃഷിക്കാരൻ നല്ലതുപോലെ കൃഷി ചെയ്തു, പക്ഷെ കാട്ടുപന്നി വന്ന് അയാളുടെ വിളയെല്ലാം നശിപ്പിച്ചു, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭത്തിൽ അയാളുടെ വിളകളെല്ലാം നഷ്ടപ്പെട്ടു. ഒരാൾ കൃഷിയിൽ ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ അയാളുടെ ഉൽപ്പന്നത്തിന് വിളയുടെ സമയത്ത് നല്ല വിലയുണ്ടായിരുന്നു, അയാൾക്ക് നല്ല ലാഭം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരീക്ഷിച്ചാൽ നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളും നമ്മുടെ പ്രയത്നവുമായി നേരനുപാതത്തിലല്ല എന്ന് കാണാൻ സാധിക്കും. സാമാന്യേന അങ്ങനെയായിരിക്കും, പക്ഷെ എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ പ്രയത്നവുമായി നേരനുപാതത്തിലായിരിക്കില്ല കാണുക. അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കുണ്ടാകുന്ന ജീവിതത്തിലെ അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾക്ക് കാരണമായിട്ടുള്ളത് അനുകൂലവും പ്രതികൂലവുമായി വർത്തിക്കുന്ന പ്രാപഞ്ചിക സൂക്ഷ്മശക്തികളായ ദേവതകളാണ്. ഈ ദേവതകളുടെ സ്വാധീനമാണ്, പ്രാപഞ്ചിക സൂക്ഷ്മശക്തികളുടെ സ്വാധീനമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളെ അനുകൂലവും പ്രതികൂലവും ആക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് അനുകൂലമായ അനുഭവങ്ങളെ തരുന്നവയും പ്രതികൂലമായ അനുഭവങ്ങളെ നിവാരണം ചെയ്യുന്നവയും ആയിട്ടുള്ള ദേവതകളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കടമ, ദേവകർമ്മം. ഋണം എന്ന് പറഞ്ഞാൽ കടക്കം, ഋണമാണ് ഋണം, ദേവകർമ്മം. ആദ്യത്തേത് പിതൃഋണം, രണ്ടാമത്തേത് ദേവഋണം. പറയുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ, ഈ അറിവുകൾ കണ്ടെത്തി നമുക്ക് തന്ന ആളുകളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു, ഈ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ലോ. ഈ കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു? നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളും നമ്മുടെ ജീവിത വീക്ഷണങ്ങളും നമ്മളുടെ അറിവുകളും നമ്മുടെ വൈജ്ഞാനിക സമ്പത്തും എല്ലാം നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? അതെല്ലാം നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ ഭാരതീയ ജ്ഞാനസമ്പത്തിൻ്റെ ആധാരശിലയായ വേദങ്ങളുടെ ജ്ഞാനകാണ്ഡമായ ഉപനിഷത്തുകൾ മുതൽ, ആ ഉപനിഷത്തുകളുടെ സാരസംഗ്രഹമായിട്ടുള്ള ഭഗവത്ഗീത മുതൽ, അതിലെ തത്വങ്ങളെ സംക്ഷിപ്തമായും ഗഹനവുമായി പ്രതിപാദിച്ചിരിക്കുന്ന ബ്രഹ്മസൂത്രം മുതൽ, ആ വേദാന്തർഗതമായ തത്വങ്ങളിലേക്ക് ബൗദ്ധിക ഔന്നത്യത്തോടെ പ്രയാണം ചെയ്യാൻ സാധിക്കാത്ത സാധാരണക്കാരായ ആളുകൾക്ക് പോലും വേദാന്തർഗതമായ തത്വങ്ങളെ ലളിതസുന്ദരമായി പകർന്നു തരുന്നതിന് വേദാർത്ഥം ഉപബ്രഹ്മയേത് വിചിതമായിട്ടുള്ള ഇതിഹാസങ്ങളായ മഹാഭാരതവും രാമായണവും മുതൽ ഏറ്റവും സുലളിതമായ ആഖ്യാനങ്ങളുടെയും സുന്ദരമായ കഥകളുടെയും രൂപത്തിൽ ഗഹനമായ സാംസ്കാരിക തത്വങ്ങളെയും ധർമ്മശാസ്ത്ര മൂല്യങ്ങളെയും നമ്മുടെ മനസ്സിലേക്ക് ഭംഗ്യന്തരേണ സന്നിവേശിപ്പിക്കുന്ന പുരാണ കഥകൾ മുതൽ, അഷ്ടാദശ പുരാണങ്ങൾ മുതൽ നമ്മുടെ ദർശനങ്ങളും സാഹിത്യങ്ങളും വൈജ്ഞാനിക സമ്പത്തുക്കളും ഒക്കെ ആയിട്ടുള്ള അറിവുകളെയൊക്കെ നമുക്ക് സമ്പാദിച്ച് തന്നിട്ടുള്ള, കണ്ടെത്തി തന്നിട്ടുള്ള വൈജ്ഞാനിക സമ്പത്തുകളൊന്നും ആരും സൃഷ്ടിക്കുന്നവയല്ല, അവ പ്രകൃതിയിൽ ഓൾറെഡി ഉള്ളവയാണ്. അവയെ കണ്ടെത്തി നമുക്ക് പകർന്നു തരുന്ന
ധർമ്മശാസ്ത്ര ആചാര്യന്മാരായ ഋഷിമാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അറിവുകളെ കണ്ടെത്തി പകർന്നു തരുന്നവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ കടം. ഈ കടത്തിന് പറയുന്ന പേരാണ് ഋഷി ഋണം, ഋഷിമാരോടുള്ള കടം. അപ്പോൾ ഒന്നാമത്തേത് പിതൃക്കളോടുള്ള കടം, രണ്ടാമത്തേത് ദേവന്മാരോടുള്ള കടം, ദേവതകളോടുള്ള കടം, മൂന്നാമത്തേത് ഋഷിമാരോടുള്ള കടം, നാലാമത് നമ്മൾ ഈ സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. നാം നിലകൊള്ളുന്ന സമൂഹത്തോട്, മുഴുവൻ മാനവരാശി. കാരണം ശൃംഖലാബദ്ധമായി ഈ സമൂഹത്തിൻ്റെ പാരസ്പര്യത്തിലാണ് സമൂഹം നിലകൊള്ളുന്നത്. ഒരു വ്യക്തിയും ഒരു ദ്വീപ് പോലെ ഒരു തുരുത്തിലല്ല നിലകൊള്ളുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ പാരസ്പര്യത്തിലും കൊടുക്കൽ വാങ്ങലുകളിലുമാണ് സമൂഹം നിലകൊള്ളുന്നത്. നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വേണ്ട ക്ഷേമങ്ങളും സൗകര്യങ്ങളും സേവനങ്ങളും തരുന്നത് എല്ലാം കരാറുകളുടെയും എഗ്രിമെൻറ്റുകളുടെയും അടിസ്ഥാനത്തിലല്ല. ഒരുപക്ഷെ നമ്മൾ പോലും അറിയാത്ത, നമുക്ക് അപരിചിതം പോലുമായിരിക്കുന്ന മനുഷ്യരുടെ പ്രയത്നം നമുക്ക് തുണയായും കരുത്തായും വന്നു ഭവിക്കാറുണ്ട്. അപ്പോൾ സമൂഹം എന്ന ശൃംഖലാബദ്ധമായ ആ ഘടകം, ആ സമൂഹത്തോട്, സമൂഹത്തിലെ അംഗങ്ങളായ ഓരോ മനുഷ്യരോടും, ഒരു ചങ്ങലയെ സംബന്ധിച്ച് ചങ്ങലയിലെ ഒരു കണ്ണി പൊട്ടിയാൽ നമ്മളതിനെ ചങ്ങല എന്ന് പറയൂല. എല്ലാ കണ്ണിയും പൊട്ടി പോകണ്ട, ഒരു കണ്ണി പൊട്ടിയാൽ പിന്നെ അത് ചങ്ങലയല്ല. അപ്പോൾ ചങ്ങലയിലെ ഓരോ കണ്ണിയും സുദൃഢമായിരിക്കണം, ചങ്ങല ചങ്ങലയായിരിക്കണമെങ്കിൽ. അപ്പോൾ സമൂഹം സുദൃഢമായിരിക്കണമെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ദുർബലൻ എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ പോലും ക്ഷേമത്തോടെ ഇരിക്കണം. ഒരാളെങ്കിലും ദുർബലമായി തകർന്നു പോയാൽ ആ ചങ്ങലയല്ല. അപ്പോൾ ശൃംഖലാബദ്ധമായ സമൂഹം എന്ന ഈ സംവിധാനത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതിലെ ഓരോ അംഗത്തോടും കടപ്പെട്ടിരിക്കുന്നു. നരന്മാരോട്, മനുഷ്യരോട് നാം കടപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ആ കടത്തെയാണ് നരഋണം എന്ന് പറയുന്നത്. മനുഷ്യരോടുള്ള കടം, ഈ മാനവരാശിയോടുള്ള കടം. അപ്പോൾ 4 കടങ്ങളായി. ഒന്നാമത്തേത് പിതൃഋണം, രണ്ടാമത്തേത് ദേവഋണം, മൂന്നാമത്തേത് ഋഷി ഋണം, നാലാമത്തേത് നര. ഇനി അഞ്ചാമതോ, വാസ്തവത്തിൽ മനുഷ്യരോട് മാത്രമല്ല സകല ജീവജാലങ്ങളോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ, ഈ പ്രകൃതിയിലെ സകല ജീവജാലങ്ങളോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും പാരസ്പര്യത്തിലാണ് മനുഷ്യനും നിലകൊള്ളുന്നത്. എല്ലാ ജീവജാലങ്ങളും ഒത്തുചേരുന്ന ജൈവ വൈവിധ്യപൂർണമായിട്ടുള്ള ആ സമൃദ്ധിയിലും സമ്പന്നതയിലുമാണ് മനുഷ്യനും നിലകൊള്ളുന്നത്. മനുഷ്യന് മാത്രമായിട്ടൊരു നിലനിൽപ്പില്ല. എല്ലാ ജീവജാലങ്ങളോട് മാത്രമല്ല, പ്രത്യക്ഷത്തിൽ ജീവനില്ലാത്തവ എന്ന് നമ്മൾ വിചാരിക്കുന്ന ചരങ്ങളും അചരങ്ങളും എന്ന് പറയുമല്ലോ, ചരാചരങ്ങൾ, അങ്ങനെയുള്ള സകലതിനോടും, ജന്തുക്കളോടും ജീവികളോടും പൂക്കളോടും പറവകളോടും പക്ഷികളോടും മാത്രമല്ല, വൃക്ഷങ്ങളോടും സസ്യങ്ങളോടും മാത്രമല്ല, അചേതനങ്ങൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന പർവ്വതങ്ങളോടും പാറക്കെട്ടുകളോടും നദികളോടും മണ്ണിനോടും മലകളോടും ഒക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. സർവചരാചരങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് അഞ്ചാമത്തെ കടം. പഞ്ചഭൂതാത്മകമായ ഈ പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോടും ഉള്ള കടം, അതിനെയാണ് ഭൂതഋണം എന്ന് പറയുന്നത്. ഇങ്ങനെ 5 കടങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യർക്കുണ്ട്. ഏതൊക്കെയാണ് 5 കടങ്ങൾ? പിതൃഋണം, ദേവഋണം, ഋഷി ഋണം, നരഋണം, ഭൂതഋണം. ഇനി ഈ 5 കടങ്ങളെ എങ്ങനെയാണ് വീട്ടേണ്ടത്, എങ്ങനെയാണ് വീട്ടുക എന്ന് നോക്കാം. ഒന്നാമത്തേത് പിതൃക്കളോടുള്ള കടമാണ് എന്ന് പറഞ്ഞാൽ, അച്ഛനമ്മമാരോടും അവരുടെ അച്ഛനമ്മമാരോടും അവരുടെ അച്ഛനമ്മമാരോടും അങ്ങനെ ശൃംഖലാബദ്ധമായ ഉഭയ വംശ പരമ്പരകളോടുമുള്ള കടം. ആ കടം എങ്ങനെയാണ് വീട്ടുക? മുതിർന്ന എല്ലാ അംഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്.
2, ഇഹലോകവാസം വെടിഞ്ഞ ദിവംഗതരായ നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ, കടന്നുപോയ ആളുകളുടെ മരണാനന്തര ക്രിയകളെ, ശ്രാദ്ധം മുതലായ കാര്യങ്ങളെ ഉചിതമായി നിർവഹിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് പിതൃക്കളോടുള്ള കടം വീടുന്നത്, പിതൃകരണം വീടുന്നത്. ഇത് രണ്ടും ചേർന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പിതൃയജ്ഞം. പിതൃയജ്ഞം നിർവഹിക്കുമ്പോൾ പിതൃക്കളോടുള്ള കടത്തിൽ നിന്ന് നമ്മൾ മുക്തരാകും. ജീവിച്ചിരിക്കുന്ന മുതിർന്ന അംഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. നമ്മുടെ ധർമ്മശാസ്ത്ര ആചാര്യന്മാർ പറയുന്നുണ്ട്, ജീവിതത്തിൽ സുഖം ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്: വൃദ്ധജനങ്ങളെ ശുശ്രൂഷിക്കണം. രസകരമായ ഒരു കഥ പറയാറുണ്ട്. അർജുനൻ യുദ്ധഭൂമിയിൽ തേർത്തട്ടിൽ തളർന്നു വീണ സമയത്താണല്ലോ ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചത്. ആ സമയത്ത് ശ്രീകൃഷ്ണൻ ഒരു കമന്റ് പറഞ്ഞു അത്രേ അർജുനനോട്: അർജുന, നീ യഥാസമയം യഥാകാലം വൃദ്ധജനങ്ങളെ ശുശ്രൂഷിച്ചിട്ടില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അർജുന, നീ യഥാസമയം വൃദ്ധജനങ്ങളെ ശുശ്രൂഷിച്ചിട്ടില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയാണെങ്കിൽ നീ പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു വീഴില്ലായിരുന്നു. വൃദ്ധജനങ്ങളെ ശുശ്രൂഷിച്ചാൽ ആ വ്യക്തി പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു വീഴില്ല. ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ആർജവം ആ വ്യക്തിക്ക് കരഗതമാകും എന്നർത്ഥം. വൃദ്ധോപസേവയാ വിനയം. വൃദ്ധജനങ്ങളെ ശുശ്രൂഷിക്കുന്നതിലൂടെ, പരിചരിക്കുന്നതിലൂടെ, സേവിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒരു ഗുണമാണ് വിനയം, വിശേഷപ്പെട്ട നയം. അങ്ങനെയുള്ള വിനയം ഉണ്ടായാലോ? വൃദ്ധോപസേവയാ വിനയം. വിനയസ്യ മൂലം ഇന്ദ്രിയ ജയം. വിനയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയും. ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മുടെ മനസ്സ് ലോക വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടുന്നത്. മനസ്സ് പുറത്തേക്ക് സഞ്ചരിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. പുറത്തുള്ള ലോകകാര്യങ്ങളിൽ ബന്ധപ്പെടുന്നത് ഇന്ദ്രിയങ്ങളുമായിട്ടാണ്. ആ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും വേണം. ഇപ്പം ഇന്ദ്രിയ ജയം ഉണ്ടാവണം. നമ്മുടെ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും എല്ലാം ഇന്ദ്രിയ ജയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ ഇന്ദ്രിയങ്ങൾ നല്ല കാഴ്ച കാണുമ്പോൾ ആ കാഴ്ചയ്ക്ക് പിന്നാലെ പോകുന്ന, നല്ല ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദത്തിൽ അഭിരമിക്കുന്ന, നല്ല ഗന്ധത്തിൽ അഭിരമിക്കുന്ന, നല്ല സ്പർശത്തിൽ അഭിരമിക്കുന്ന, അങ്ങനെയുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെയും വ്യാപാരങ്ങളിൽ നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസമായത് നാവാണെന്ന് പറയുക. ഇന്ദ്രിയ ജയങ്ങളിൽ ഏറ്റവും ശ്രമമായിട്ടുള്ളത് രസനാജയമാണെന്നാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളൊക്കെ പറയുക. രസന എന്ന് പറഞ്ഞാൽ നാവ് എന്നാണ്. രസനാജയം എന്ന് പറഞ്ഞാൽ നാവിനെ ജയിക്കുക. നാവിന് 2 ആക്ടിവിറ്റിയാണ്. ഒന്ന്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രുചി അറിയുന്നത് നാവ് കൊണ്ടാണ്. 2, നമ്മൾ സംഭാഷണം നടത്തുന്നത്, വാക്കുകൾ പറയുന്നത് അതിൻ്റെ നിയന്ത്രണ ഘടകമായിട്ട് പ്രവർത്തിക്കുന്ന നാവാണ്. അപ്പോൾ അകത്തേക്ക് പോകുന്ന ഭക്ഷണം നല്ലതല്ലെങ്കിൽ അത് നമ്മളെ മലിനപ്പെടുത്തും. പുറത്തേക്ക് പോകുന്ന വാക്കുകൾ നല്ലതല്ലെങ്കിൽ അതും നമ്മളെ മലിനപ്പെടുത്തും. അതുകൊണ്ട് അകത്തേക്ക് പോകുന്ന ഭക്ഷണത്തെയും നിയന്ത്രിക്കാൻ കഴിയണം, പുറത്തേക്ക് പോകുന്ന വാക്കുകളെയും നിയന്ത്രിക്കാൻ കഴിയണം. ഇതാണ് രസനാജയം. അതുകൊണ്ട് നമ്മളെ വ്രതങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ എല്ലാറ്റിനും ബേസിക്കായിട്ട് ഈ 2 കാര്യങ്ങൾക്കാണ്: ഭക്ഷണ നിയന്ത്രണം, അതുപോലെ വാക്കുകളുടെ നിയന്ത്രണം. നമ്മൾ മൗനവ്രതം എടുക്കുമ്പോഴും നാമം ജപിക്കുമ്പോഴും ഒക്കെ നാവിനെ നിയന്ത്രിക്കുകയാണ്, വാക്കുകളെ നിയന്ത്രിക്കുകയാണ്. അതുപോലെ ഭക്ഷണം നിയന്ത്രിക്കുന്നു. അപ്പോൾ ഭക്ഷണ നിയന്ത്രണവും വാക്കുകളുടെ നിയന്ത്രണവും തുടങ്ങി 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക. ഈ ഇന്ദ്രിയ ജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ എളുപ്പവഴിയും പറഞ്ഞു തരുന്നത്. എളുപ്പവഴിയല്ല, ശ്രമകരമായ വഴിയാണ്, എങ്കിലും പറഞ്ഞു തരുന്നത്. വൃദ്ധോപസേവയാ വിനയം,
വിനയസ്യ മൂലം ഇന്ദ്രിയജയം, ഇന്ദ്രിയജയസ്യ മൂലം അർത്ഥം. ഇന്ദ്രിയജയം കൈവരിച്ചയാൾക്ക് ധനം ഉണ്ടാകും, സമൃദ്ധി ഉണ്ടാകും എന്നാണ് പറയുക. ഒരു പാത്രം നിറയെ വെള്ളം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പാത്രം എടുത്ത് നോക്കണം പാത്രത്തിന് ഓട്ടയുണ്ടോ എന്ന്. കടം വീട്ടാനുള്ള പദ്ധതി, നരയജ്ഞം അല്ലെങ്കിൽ അതിഥി യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ പിതൃയജ്ഞം, ദേവയജ്ഞം, പിന്നെ ഏതായിരുന്നു? ഋഷിയജ്ഞം, അതിഥി യജ്ഞം അഥവാ നരയജ്ഞം. 4 കടങ്ങൾ വീട്ടാനുള്ള പദ്ധതികൾ നമ്മൾ കണ്ടു. ഇനി 5-മത്തേത് സർവചരാചരങ്ങളോടുമുള്ള കടമാണ്. സർവഭൂതങ്ങളോടും, ഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചത്തിലെ 5 ഘടകങ്ങളും, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ 5 ഘടകങ്ങളുടെ, പഞ്ചഭൂതങ്ങളുടെ സമ്മിളിതമാണ് ഈ പ്രപഞ്ചം, ഈ പ്രകൃതി. ജീവനുള്ളവയും അല്ലാത്തവയും എല്ലാം ഈ 5ൻ്റെയും ചേരുവയാണ്. മനുഷ്യൻ്റെ ശരീരവും പഞ്ചഭൂതാത്മകമാണ്. ഈ പ്രകൃതിയും പ്രപഞ്ചവും എല്ലാം പഞ്ചഭൂതാത്മകമാണ്. അപ്പൊ ഇതിലെ സകല ചരാചരങ്ങളോടും നാം കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സകല ചരാചരങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തണം. മാനവരാശിയുടെ ക്ഷേമം ഉറപ്പുവരുത്തണം. ഏറ്റവും ദുർബലനായ മനുഷ്യൻ്റെയും ക്ഷേമം ഉറപ്പുവരുത്തണം എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ എക്സ്റ്റൻഷനാണ്, മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവികളോടും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ പശുവിനെ വളർത്തുന്നത് പശു പാൽ തരുന്നത് കൊണ്ടാണ്, അല്ലേ? കോഴിയെ വളർത്തുന്നത് കോഴി മുട്ട തരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു ബിസിനസ്സാണ്, ഒരു കോൺട്രാക്റ്റ്. നമ്മൾ ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുന്നതോ, ഉറുമ്പ് നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? ഉറുമ്പ് നമുക്ക് എന്താണ് തരുന്നത്? നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതോ? അപ്പോൾ പ്രത്യക്ഷത്തിൽ തിരിച്ചു തരുന്നവയ്ക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അത് നമ്മുടെ ഒരു ബിസിനസ്സാണ്, നമ്മുടെ ഒരു കച്ചവടമാണ്. എന്നാൽ അങ്ങനെയല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു. നമുക്ക് പ്രത്യക്ഷത്തിൽ ഇങ്ങോട്ട് തരാത്ത ഈ ജൈവ വൈവിധ്യത്തിലെ എല്ലാ ഘടകങ്ങളെയും ക്ഷേമം ഉറപ്പുവരുത്തണമെന്ന സന്ദേശം ശീലമായി നമുക്ക് പകർന്നു തരികയാണ് നമ്മുടെ ആചരണങ്ങളിലൂടെ. ഉറുമ്പിനും കാക്കയ്ക്കും വരെ ഭക്ഷണം കൊടുക്കുന്നതിലൂടെ എന്നുവെച്ചാൽ നമുക്ക് നേരിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും വിഭവത്തെ തരാത്തവയ്ക്കും അങ്ങോട്ട് കൊടുക്കണമെന്ന പാഠമാണ് നമ്മളിലേക്ക് പകർന്നു തരുന്നത്. ബോധവൽക്കരണത്തിനപ്പുറത്തുള്ള ശീലവൽക്കരണമാണ്. നമ്മുടെ സമൂഹം ബോധവൽക്കരണങ്ങളുടെ സമൂഹമാണ്. പക്ഷെ ബോധവൽക്കരണം പലപ്പോഴും നമ്മളെ വേണ്ടത്ര സ്വാധീനിക്കാറില്ല. എന്നാൽ ശീലവൽക്കരണം അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ആചരണങ്ങളൊക്കെ ബോധവൽക്കരണത്തിനും അപ്പുറം കടന്നിട്ടുള്ള മനഃശാസ്ത്ര പ്രക്രിയകളാണ്. അവ ശീലവൽക്കരണങ്ങളാണ്. അപ്പോൾ ഉറുമ്പിന് തീറ്റ കൊടുക്കാൻ നമ്മളെ ശീലിപ്പിക്കുമ്പോൾ, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മളെ ശീലിപ്പിക്കുമ്പോൾ, ഉത്കൃഷ്ടമായ, ഉദാത്തമായ, മഹത്തരമായ ഒരു ശീലവൽക്കരണത്തിലൂടെ നമ്മൾ കടന്നിടുന്നു. കഴിഞ്ഞില്ല, അത് ജീവജാലങ്ങളിൽ നിലകൊള്ളുന്നില്ല, ജീവജാലങ്ങളിൽ പരിമിതപ്പെടുന്നില്ല. അതിനും അപ്പുറത്തോട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ മുന്നോട്ട് പോവുകയാണ്. ഈ പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളുടെയും ക്ഷേമം നമ്മൾ ഉറപ്പുവരുത്തണം. പൂക്കളും പുഴകളും കൂടത്തൻ കുടുംബക്കാർ, സർവ്വചരാചരങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തണം. പ്രകൃതിയെ സംരക്ഷിക്കണം. ഈ പ്രകൃതിയിൽ മനുഷ്യൻ ഒഴികെയുള്ള ബാക്കി എല്ലാ ജീവജാലങ്ങളും ആ പരസ്പര്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ മനുഷ്യനാണ് ശ്രദ്ധാപൂർവം, ബുദ്ധിപൂർവം അത് നിർവഹിക്കേണ്ടത്. കാരണം എന്താ? മറ്റു ജീവജാലങ്ങളെല്ലാം പ്രകൃതി അനുസാരിയായി സഞ്ചരിക്കുന്നവയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയതാണ്. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് അപകടകരമായ വിധത്തിൽ 2 വഴികളുണ്ട് മനുഷ്യന്റെ മുന്നിൽ. ഒന്ന് സംസ്കൃതിയുടെ വഴിയാണെങ്കിൽ ഒന്ന് വികൃതിയുടെ വഴിയാണ്. അതുകൊണ്ട് പ്രകൃതി ധ്വംസനവും മനുഷ്യന്റെ കയ്യിലാണുള്ളത്, പ്രകൃതി പാലനവും മനുഷ്യന്റെ കയ്യിലാണുള്ളത്. മറ്റു ജീവജാലങ്ങൾക്കൊക്കെ പ്രകൃതി അനുസാരിയായിട്ട് സഞ്ചരിക്കാനേ സാധിക്കുകയുള്ളൂ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? പ്രകൃതി സംരക്ഷണവുമുണ്ട്, പ്രകൃതി ധ്വംസനവുമുണ്ട്. അതുകൊണ്ട്
ഉചിതമായ തെരഞ്ഞെടുക്കൽ നടത്തുകയും ആരോഗ്യകരമായ നിർവഹണം നടത്തുകയും ചെയ്യാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണ് എന്നർത്ഥം. അതുകൊണ്ട് വൃക്ഷങ്ങളെ സംരക്ഷിക്കണം, സസ്യങ്ങളെ, ലതാദികളെ, ഔഷധികളെ സംരക്ഷിക്കണം, പാറക്കെട്ടുകളെയും പർവ്വതങ്ങളെയും സംരക്ഷിക്കണം, നദികളെയും ജലസമ്പത്തിനെയും സംരക്ഷിക്കണം, മണ്ണിനെയും വായുവിനെയും സംരക്ഷിക്കണം. ഭൂതയജ്ഞം പഞ്ചഭൂതങ്ങളുടെയും സംരക്ഷണമാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ പഞ്ചഭൂതങ്ങൾ സമന്വയിക്കുന്നതാണ് പ്രപഞ്ചം. ഈ 5 ഘടകങ്ങളുടെയും ചേരുവയാണ്. ഈ മനുഷ്യ ശരീരവും പഞ്ചഭൂതാത്മകമാണ്. നമ്മുടെ ഈ ശരീരം, പിണ്ഡാണ്ഡം എന്ന് പറയുന്ന ഈ ശരീരവും ബ്രഹ്മാണ്ഡം എന്ന് പറയുന്ന ഈ സമഷ്ടി ശരീരവും, ഈ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ സകലതും ചേരുന്ന ബ്രഹ്മാണ്ഡവും അതിൻ്റെ ഒരു നേർപകർപ്പാണ് ഈ മനുഷ്യ ശരീരം എന്നാണ് പറയുക. ദിസ് ഹ്യൂമൻ ബോഡി ഈസ് എ ഫൈൻ റെപ്ലിക്ക ഓഫ് ദ യൂണിവേഴ്സ്. ബ്രഹ്മാണ്ഡത്തിൻ്റെ നേർപകർപ്പാണ് പിണ്ഡാണ്ഡം. ഇത് പഞ്ചഭൂതാത്മകമാണ്. അപ്പോൾ ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ 5 ഘടകങ്ങളെയും നാം സംരക്ഷിക്കണം. ചരാചരാത്മകമായ ഈ പ്രപഞ്ചത്തിലെ സകല സംഗതികളുടെയും ക്ഷേമം, സുസ്ഥിതി, സ്വാസ്ഥ്യം ഉറപ്പുവരുത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നാം നിർവഹിക്കുമ്പോഴാണ് 5ാമത്തെ കടമായ ഭൂതർണം നിർവഹിക്കപ്പെടുക. പുഴ മലിനമാക്കുമ്പോൾ, ജലം മലിനമാക്കുമ്പോൾ നാം അതിന് വിരുദ്ധമായ വികൃതിയിലേക്കാണ് പോകുന്നത്. അത് സംരക്ഷിക്കുമ്പോൾ നാം ഭൂതയജ്ഞമാണ് ചെയ്യുന്നത്. ജലസമ്പത്തിനെ സംരക്ഷിക്കുമ്പോൾ, വായു, അന്തരീക്ഷം മലിനപ്പെടുത്താതിരിക്കുമ്പോൾ, അന്തരീക്ഷം മലിനപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ, പാറക്കെട്ടുകളും പർവ്വതങ്ങളും തകർക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടുമ്പോൾ, ജൈവ വൈവിധ്യ സമ്പത്തോടുകൂടി ഈ പ്രകൃതിയെ, പരിസ്ഥിതിയെ, ഓഷധികളെ, സസ്യലതാദികളെ ഒക്കെ സംരക്ഷിക്കുമ്പോൾ, അവയെ തകർക്കാനുള്ള ശ്രമങ്ങളെ എതിരിടുമ്പോൾ നാം ചെയ്യുന്നത് ഭൂതയജ്ഞമാണ്. അപ്പൊ ഈ 5 യജ്ഞങ്ങളുടെ നിർവഹണം, പിതൃയജ്ഞം, ദേവയജ്ഞം, ഋഷിയജ്ഞം, അതിഥിയജ്ഞം അഥവാ നൃയജ്ഞം, ഭൂതയജ്ഞം, ഈ 5 യജ്ഞങ്ങളെ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയും. ഒറ്റ വാക്കില് പഞ്ചമഹായജ്ഞങ്ങൾ. ഈ പഞ്ചമഹായജ്ഞങ്ങളാണ് ഗൃഹസ്ഥാശ്രമിയുടെ പ്രാഥമികമായ കർത്തവ്യം. ഭാരതീയ കുടുംബ സങ്കല്പമനുസരിച്ച് ഒരു ഗൃഹസ്ഥധർമ്മിയുടെ ഏറ്റവും അടിസ്ഥാനമായ കർത്തവ്യമാണ് പഞ്ചമഹായജ്ഞങ്ങളുടെ പാലനം. ഈ പഞ്ചമഹായജ്ഞങ്ങളുടെ പാലനത്തിലൂടെ സ്വാസ്ഥ്യത്തോടുകൂടിയ, ക്ഷേമത്തോടുകൂടിയ ചുറ്റുപാടുകളെ സംരക്ഷിക്കാനും ആ വ്യക്തിയുടെ ജീവിതോത്കർഷത്തിലേക്കുള്ള പ്രയാണ പഥത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ആധികാരികതയെ നേടാനും ഓരോ വ്യക്തിക്കും സാധിക്കുകയാണ്. അപ്പൊ ഇവയുടെ നിർവഹണത്തിനുള്ള പ്രതലം എന്ന് പറയുന്ന ഗൃഹസ്ഥാശ്രമമാണ്. ഇത് ചെയ്യാൻ ഉള്ള വേദിക ഏതാണെന്ന് വെച്ചാൽ ഗൃഹസ്ഥ ധർമ്മമാണ്. കുടുംബ സംരചനയിലൂടെയാണ് അത് നിർവഹിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഈ വിശാലമായ, ഉദാത്തമായ കുടുംബ സങ്കല്പമുള്ള ഭൂമികയിൽ നിലകൊള്ളണം എന്ന് നമ്മുടെ ആചാര്യന്മാർ പ്രാർത്ഥിച്ചത്. ഭാരതഭൂമിയിൽ പിറക്കണം എന്ന് പ്രാർത്ഥിച്ചത്. കാരണം ഭാരതം എന്നതിൻ്റെ വൈശിഷ്ട്യം ഈ ഉത്കൃഷ്ടമായ പാശ്ചാത്യവും പൗരസ്ത്യവുമായ കുടുംബ സങ്കല്പങ്ങൾ വ്യത്യസ്തമാണ്. ഇതര ജീവജാലങ്ങളുടെയും മനുഷ്യൻ്റെയും ജീവിത സങ്കല്പങ്ങൾ വ്യത്യസ്തമാണ്, ജീവിതചര്യകൾ വ്യത്യസ്തമാണ്. പാശ്ചാത്യവും ഭാരതീയവുമായിട്ടുള്ള ജീവിത സങ്കല്പങ്ങൾ വ്യത്യസ്തമാണ്. ഭാരതീയ ജീവിത സങ്കല്പം അനുസരിച്ച് ഭാരതം എന്ന പേരു തന്നെ അർത്ഥമാക്കുന്നത് അങ്ങനെയാണ്. ഭാതി സർവേഷു ശാസ്ത്രേഷു രതി സർവേഷു ജന്തുഷു താരണം സർവലോകാനാം തേന ഭാരതമുച്യതേ.
ഭാരതം എന്ന പേര് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നാണ് ഈ ശ്ലോകം വ്യക്തമാക്കുന്നത്. ഭാതി സർവേഷു ശാസ്ത്രേഷു, എല്ലാ അറിവുകളിലും വച്ച് എല്ലാ അറിവുകളെയും പ്രകാശിപ്പിക്കുന്നത്. ഭാസിക്കുക എന്ന് വെച്ചാൽ പ്രകാശിക്കുക എന്നർത്ഥം. ഭാതി സർവേഷു ശാസ്ത്രേഷു, എല്ലാ ശാസ്ത്രങ്ങളിലും എല്ലാ അറിവുകളിലും പ്രകാശിക്കുന്നത്, എല്ലാ അറിവുകളെയും പ്രകാശിപ്പിക്കുന്നത്. രതി സർവേഷു ജന്തുഷു, എല്ലാ ജീവജാലങ്ങൾക്കും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നത്. ആനന്ദത്തെയും സന്തോഷത്തെയും എല്ലാ ജീവികൾക്കും പ്രദാനം ചെയ്യുന്നത്. മൂന്നാമത്തേത് ഭാരതം, താരണം സർവലോകാനാം, എല്ലാ ലോകങ്ങളിൽ നിന്നും മറുകര കടത്തുന്നത്, അക്കര കടത്തുന്നത്, തരണം ചെയ്യിക്കുന്നത്. താരണം സർവലോകാനാം, എല്ലാ തലങ്ങളുടെയും അക്കരയ്ക്ക് നമ്മളെ കടത്താൻ പര്യാപ്തമായത്. കാരണം നമ്മുടെ കർത്തവ്യങ്ങളെ നാം നിർവഹിക്കുമ്പോഴാണ് നാം മറുകര കടക്കുന്നത്. പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ഗാർഹസ്ഥ്യത്തിൻ്റെ മറുകര കടക്കുകയാണ്, സംസാര സാഗരത്തിൻ്റെ മറുകര കടക്കുകയാണ് ജീവാത്മാവ്. കടങ്ങളെ നിവർത്തിക്കുന്നയാള് അക്കര കടക്കുകയാണ്. താരണം സർവലോകാന. അങ്ങനെ ഭാതി സർവേഷു ശാസ്ത്രേഷു രതി സർവേഷു ജന്തുഷു താരണം സർവലോകാന തേന ഭാരതമുച്യതേ. അതിനാൽ ഭാരതം എന്ന് പറയുന്നു. ഈ മൂന്ന് വൈശിഷ്ട്യങ്ങളോട് കൂടിയതുകൊണ്ട് ഭാസിക്കുന്നത് ഭാരതം, രതി സർവേഷു ജന്തുഷു താരണം സർവലോകാന തേന ഭാരതമുച്യതേ. അങ്ങനെയുള്ള ഭാരതം, ആസേതു ഹിമാചലം വ്യാപിച്ചു കിടക്കുന്ന ആ ഭാരതം എന്ന് പറയുന്നത് ഒരു ഉദാത്തമായ ജീവിത സങ്കല്പത്തിൻ്റെയും ജീവിത വീക്ഷണത്തിൻ്റെയും ഭൂമികയാണ്. അതുകൊണ്ടാണ് കവി പാടുന്നത് ഭാരതം ഒരു പിടി മണ്ണല്ല. വിവേകാനന്ദ സ്വാമികള് വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭാരതഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മണ്ണിൽ വീട് കിടന്ന് ഉരുണ്ടു എന്ന് പറയുന്നു. അത് ആ മഹത്തായ സങ്കല്പത്തിന്റെ ഭൂമികയുടെ വൈശിഷ്ട്യം മനസ്സിലാക്കുന്നത് ഇതര ഭൂവിഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിയുമ്പോഴാണ്. ആ സ്പർശത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഔന്നത്യവും മഹത്വവും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉദാത്തമായ ഉത്കൃഷ്ടമായ ജീവിത വീക്ഷണങ്ങളുടെയും ജീവിത സങ്കല്പങ്ങളുടെയും ഭൂമികയാണ് ഭാരതഭൂമി. അതുകൊണ്ട് ആ ഭൂമിയെ തന്നെ അമ്മ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭാരത മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭാരതാംബ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സങ്കല്പത്തിൻ്റെ ആണിക്കല്ല്. പ്രസിദ്ധമായിട്ടുള്ള ഒരു ചൊല്ലുണ്ട്, 1000 പുരുഷന്മാർ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഒരു പട്ടാള ക്യാമ്പ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ ഒരു ഭവനം സംരക്ഷിക്കണമെങ്കിൽ ഒരു സ്ത്രീ കൂടിയേ തീരൂ, ഒരു അമ്മ കൂടിയേ തീരൂ എന്നാണ് പറയുന്നത്. വീടും കെട്ടിടവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വീടും കെട്ടിടവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങനെയാണ്. ഏത് കെട്ടിടത്തിലാണോ അമ്മ ഉള്ളത് അതാണ് വീട്. ഏത് വീട്ടിലാണോ അമ്മ ഇല്ലാത്തത് അതാണ് കെട്ടിടം. അതാണ് വീടും കെട്ടിടവും തമ്മിലുള്ള വ്യത്യാസം. ഉദാത്തമായ ആ കുടുംബ സങ്കല്പത്തിൻ്റെ ഭൂമികയാണ് ഭാരതം. ആ ഭാരതത്തിൽ ജനിക്കാൻ സാധിക്കുക, ഭാരതത്തിൽ ജീവിക്കാൻ സാധിക്കുക, ഭാരതീയമായ ജീവിത വീക്ഷണങ്ങളുടെ പ്രയാണപഥത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുക എന്നത് ഏറ്റവും വിശിഷ്ടമായ ഭാഗ്യമാണ്. മനുഷ്യനായിരിക്കാൻ സാധിക്കുക, ഋഷിയജ്ഞത്തിലൂടെ അറിവിൻ്റെ ലോകത്തിലേക്ക് പ്രയാണം ചെയ്യാൻ സാധിക്കുക, പഞ്ചമഹായജ്ഞങ്ങളുടെയും നിർവഹണത്തിലൂടെ ജീവിതത്തെ സാർത്ഥകമാക്കാൻ സാധിക്കുക. ദുർലഭമായിട്ടുള്ളത് 3 കാര്യങ്ങളാണെന്നാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. ദുർലഭം 3 കാര്യങ്ങൾ: മനുഷ്യത്വം, മുമുക്ഷത്വം, മഹാപുരുഷ സംശ്രയ. മനുഷ്യൻ ആയിട്ട് ജനിക്കാൻ ശ്രമിക്കുക. ദുർലഭമായ കാര്യങ്ങളാണ്. എത്രയോ ജീവജാലങ്ങളുണ്ട് ലോകത്ത്, അതിൽ മനുഷ്യനായി തീരാൻ കഴിയുന്നു എന്നുള്ളത് ദുർലഭമായ ഭാഗ്യമാണ്. അങ്ങനെ മനുഷ്യനായി കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്ന് ചിന്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗ്യം, മുമുക്ഷുത്വം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചതുർവിധ പുരുഷാർത്ഥങ്ങളിലെ പരമപുരുഷാർത്ഥമായ മോക്ഷം. ആ മോക്ഷത്തിന് വേണ്ടിയുള്ള ചിന്തയുണ്ടാവുക.
അപ്പൊ എത്രയോ ജീവികളിൽ കുറച്ചു പേർക്കാണ് മനുഷ്യനാകാൻ കഴിയുന്നത്. ആ മനുഷ്യരിൽ കുറച്ചു പേർക്കാണ് മോക്ഷേച്ഛ ഉണ്ടാകുന്നത്. ആ മോക്ഷേച്ഛ ഉണ്ടാകുന്നതിൽ കുറച്ചു പേർക്കാണ് പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്നത്. മഹാപുരുഷ സംശ്രയം. അങ്ങനെ ദുർലഭമായിട്ടാണ് ആ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആ സുദുർലഭമായ 3 കാര്യങ്ങളിലെ സുലഭ്യതയാണ്, സഫലതയാണ് ഭാരതത്തിൻ്റെ വൈശിഷ്ട്യം. അതുകൊണ്ട് ഗായന്തി ദേവാ കില ഗീതഗാനി ധന്യാസ്തു യേ ഭാരതഭൂമിഭാഗേ എന്നാരംഭിക്കുന്ന വൈദികമായിട്ടുള്ള മന്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. സ്വർഗത്തിലിരിക്കുന്ന ദേവന്മാര് പ്രാർത്ഥിക്കുകയാണ്, അവരാഗ്രഹിക്കുകയാണ് ഭാരതഭൂമിയിൽ വന്ന് ജനിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന്, ഭാരതഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന്. മലയാളത്തിലെ പൂന്താനം നമുക്ക് പാടിത്തന്നു. കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതരം വീണു നമിക്കുന്നേനും. കലികാലത്തെ ഭാരതഖണ്ഡത്തെ, ഈ ഭാരതത്തെ മാത്രമല്ല ദേശം എന്ന നിലയിൽ ഭാരതത്തിന്റെ വൈശിഷ്ട്യത്തെ പറയുന്ന കവി കാലത്തിന്റെ വൈശിഷ്ട്യവും കൂടി പറഞ്ഞു തരാണ്. കലികാലത്തിന്റെ ശ്രേഷ്ഠത എന്താ, കലികാലത്തിന്റെ ശ്രേഷ്ഠത അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഉപസംഹരിക്കാം. കലികാലത്തിന്റെ ശ്രേഷ്ഠതയുണ്ട്. കലിയുടെ കാലമാണ് ഇപ്പോൾ കലികാലം. 4 യുഗങ്ങൾ. നമ്മുടെ കാലഗണനാ സമ്പ്രദായം അനുസരിച്ച് കാലഘട്ടത്തെ ഭാരതീയ കാലഗണന 4 യുഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതിൽ കലിയുഗമാണ് ഏറ്റവും കുഴപ്പം പിടിച്ചതെന്നാണ് പൊതുവെ പറയുക. കലി എന്ന് പറഞ്ഞാൽ, കലി എന്നുള്ള പേര് തന്നെ അങ്ങനെയാണല്ലോ, കലിയാണല്ലോ. പക്ഷെ ഈ കലികാലത്തിൽ ജനിക്കുന്നത് ഭാഗ്യം എന്ന് പൂന്താനം പറയാൻ എന്താ കാരണം? അതാണ് കലിയുടെ ശ്രേഷ്ഠത. കലിയുടെ ശ്രേഷ്ഠതയുടെ കഥ നമ്മുടെ കൊട്ടിയൂരിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ്. പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് വീണ്ടെടുത്തതാണ് കേരളം എന്നൊരു ഐതിഹ്യമുണ്ടല്ലോ. ആ ഐതിഹ്യത്തിന്റെ തുടർച്ചയായി പറയുന്നു, താൻ വീണ്ടെടുത്ത കേരള ഭൂമിയിലൂടെ പരശുരാമൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ, നമ്മളാണ് ഇതിൻ്റെ അധികാരി എന്നുള്ള ഒരു ബോധം ഉണ്ടാവുമല്ലോ, എൻ്റെ സ്ഥലം എന്നുള്ള. അപ്പോൾ വരുന്നവരും കാണുന്നവരും എല്ലാം പരശുരാമനെ റെസ്പെക്റ്റ് ചെയ്യുകയാണ്. ഞാനാണ് ബോസ് എന്ന ഭാവത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് കുറേ ദൂരം പിന്നിട്ട് നമ്മുടെ ഈ സ്ഥലത്തെത്തിയപ്പോൾ ഒരു വിദ്വാനോട് എതിരെ വരുന്നു. അയാൾ പരശുരാമനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. സ്വാഭാവികമായി എല്ലാ ആൾക്കാരും എന്നെ ബഹുമാനിക്കുന്നു, ഒരാൾ ബഹുമാനിക്കാതെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ഈ അസ്വസ്ഥത പരശുരാമനുണ്ടായി. അപ്പോൾ നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാക്കായി, വാക്കേറ്റമായി, വാക്കേറ്റം കയ്യേറ്റമായി. ഈ പരശുരാമനുമായിട്ട് നേരിട്ട് എതിർക്കാൻ വന്നയാളാണ് സാക്ഷാൽ കലി. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പരശുരാമൻ ഇതെൻ്റെ സ്ഥലമാണെന്നുള്ള ഭാവത്തിലാണ് വരുന്നത്. അങ്ങനെ സഞ്ചരിച്ചു വരുന്ന സമയത്താണ് സമയം മുന്നോട്ട് പോയി ത്രേതായുഗം കഴിഞ്ഞ് കലിയുഗം ആരംഭിച്ചത്. അപ്പൊ കലിയുഗം ആരംഭിച്ചപ്പോൾ കലിയുഗത്തിന്റെ നാഥനായ കലിയാണ് എതിരെ വരുന്നത്. അപ്പോൾ പരശുരാമൻ പറഞ്ഞു ഇതെൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ കലി പറഞ്ഞു ഇതെൻ്റെ കാലമാണ്, എൻ്റെ ടൈമാണിത്. ഒരു മാഷിൻ്റെ പീരീഡ് കഴിഞ്ഞ് അടുത്ത മാഷിൻ്റെ പീരീഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സമയമാണ്. അപ്പോൾ കലി പറഞ്ഞു ഇതെൻ്റെ ടൈമാണ്, പരശുരാമൻ പറഞ്ഞു ഇതെൻ്റെ സ്ഥലമാണ്. ഇപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ഈ അധികാര തർക്കം രണ്ട് പ്രതലങ്ങളിലാണ്, 2 ലെയറുകളിലാണ്. ഒന്ന് സ്ഥലത്തിന്റെ പേരിലാണ് ഒരാളുടെ അധികാരം, കാലത്തിന്റെ പേരിലാണ് മറ്റൊരാളുടെ അധികാരം. പക്ഷെ ഇവർ തമ്മിൽ മുഖാമുഖം കണ്ടു, ഏറ്റുമുട്ടി തമ്മിൽ ഒരു അനുരഞ്ജനത്തിലെത്താതെ വന്നപ്പോൾ യുദ്ധമായി, വാക്കേറ്റം കയ്യേറ്റമായി, യുദ്ധമായി. യുദ്ധത്തിൽ കലിയെ പരശുരാമൻ ബന്ധിച്ചു. കാരണം ആയുധവിദ്യയിൽ യുദ്ധത്തിൽ എക്സ്പെർട്ട് പരശുരാമനാണ്. കലിയെ ബന്ധിച്ചു, കലിയെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ ത്രിമൂർത്തികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു കലിയെ കൊല്ലാൻ പാടില്ല. പരശുരാമൻ പറഞ്ഞു ഇത്രയും കൊള്ളരുതാത്തവനായ കലിയെ ഇപ്പോഴേ അങ്ങ് തീർത്ത് കളഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ, പിന്നെ കലിയുഗമേ ഇല്ലല്ലോ, പിന്നെ ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ത്രിമൂർത്തികൾ പറഞ്ഞു, ഈ ത്രിമൂർത്തികളും കലിയെ രക്ഷിക്കാനാണ് വരുന്നതെന്ന് ഓർക്കണം, കൊല്ലരുതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരശുരാമൻ പറഞ്ഞു ഈ കലിക്കുള്ള എന്തെങ്കിലും ഒരു മെറിറ്റ്, എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല.
ാണ് മോശക്കാരിൽ വെച്ച് മോശക്കാരാണ്. എന്തെങ്കിലും ഒരു ഗുണം പറയുകയാണെങ്കിൽ, പോസിറ്റീവായ ഒരു കാര്യം പറയുകയാണെങ്കിൽ കഠിന വ്രതം വിടാൻ ആവശ്യമില്ല. അപ്പൊ ത്രിമൂർത്തികൾ പറഞ്ഞു, ബ്രഹ്മാവ് പറഞ്ഞു, ലോകത്ത് ഒരാളും 100% പെർഫെക്റ്റ് ആയിട്ടില്ല. അതുപോലെ ലോകത്ത് ഒരാളും 100% കൊള്ളരുതാത്തവനുമായിട്ടില്ല. എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ മെറിറ്റ്സ് ഉണ്ടാവും, എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ ഡീമെറിറ്റ്സ് ഉണ്ടാവും. അപ്പം ഈ കലിയിലുമുണ്ട് ഒരു മെറിറ്റ്. എന്താണത്? ഈ കലിയുടെ കാലഘട്ടത്തിൽ വീടുകളിൽ നാമജപം മാത്രം ഉണ്ടായാൽ മതി, ആളുകൾക്ക് രക്ഷപ്പെടാൻ. വേറെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളൊന്നും വേണ്ട. കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ ആണെങ്കിൽ വ്യത്യസ്തങ്ങളായ ചടങ്ങുകളും ആചരണങ്ങളും ഗഹനമായ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കലിയുഗത്തിൽ നമ്മുടെ വീടുകളിൽ നാമജപം മാത്രം മുടങ്ങാതെ നടന്നാൽ മതി. അതാണ് കലിയുടെ വൈശിഷ്ട്യം. അപ്പൊ നാമജപം കൊണ്ട് മാത്രം മുക്തിയെയും ഉത്കർഷതയെയും പ്രാപിക്കാൻ കഴിയുന്ന കാലമാണ് കലികാലം. കലികാലത്തെ ഭാരതഖണ്ഡത്തെ കരിതാതരം വീണു വണങ്ങുന്നേൻ എന്ന് കവി പാടിയത് അതുകൊണ്ടാണ്. കലികാലത്തെ ഭാരതഖണ്ഡത്തിൽ ജനിക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ ജീവിത ചര്യകളിലൂടെ ജീവിതത്തെ സാർത്ഥകമാക്കാനും പഞ്ചമഹായജ്ഞങ്ങളുടെ യഥോചിതമായ നിർവഹണത്തിലൂടെ ഋണമുക്തരായി പരമപുരുഷാർത്ഥമായ ജീവിത ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാനും അതിനുള്ള പ്രതലവും അതിനുള്ള വേദികയുമായിട്ടുള്ള നമ്മുടെ കുടുംബങ്ങളെ, കുടുംബം മുതൽ രാഷ്ട്രം വരെ നീളുന്ന സമൂഹ സംരചനകളിൽ ഏറ്റവും അടിസ്ഥാന ശിലയായിട്ടുള്ള കുടുംബം എന്ന ഉദാത്തമായ സങ്കല്പത്തെ, അടിസ്ഥാന ശിലയെ സംരക്ഷിച്ചും സംരക്ഷിച്ചും നിലനിർത്താനും അങ്ങനെ പരമമായ ജീവിത ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്നും അത്തരത്തിലുള്ള ഉദാത്തമായ പരിശ്രമങ്ങളെ സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ചാലകശക്തിയായ കൂട്ടായ്മയായി പ്രവർത്തിക്കാൻ വിവേകാനന്ദ പുരുഷ സ്വാശ്രയ സംഘത്തിൻ്റെ പ്രവർത്തകർക്ക് നിരന്തരം സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടും ഇന്നത്തെ ഈ കുടുംബ സംഗമത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ.